ഞാൻ സ്റ്റോക്ക് സിമ്പിളുള്ളത് മാപ്പിള സ്കൂളാണ്. ഇവിടെ ജില്ലാതല കലോത്സവം ആട്ടോ. കോൽക്കളി ഉണ്ടാവും, സെറ്റപ്പ് ആയി ചെക്കന്മാരും പിന്നെ മൊഞ്ചത്തി കുട്ടികളും മൊഞ്ചത്തി ചെക്കന്മാരും എല്ലാരും ഉണ്ട്. ഫിൽഡ് വിത്ത് പീപ്പിൾ എന്ന് വേണേൽ പറയാം. ഡേ 1 ഞാൻ ഓൾറെഡി കവർ ചെയ്തു. അതിനെക്കാട്ടും വൈബും അടിപൊളിയായിരിക്കും ഇന്നത്തെ വ്ലോഗ്. ഒരുപാട് ആൾക്കാരും ഒരുപാട് ഉപരിച്ചും എല്ലാം നമ്മൾ ഇന്നത്തെ വ്ലോഗ് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പാട്ടുകാരനാണ്, നല്ല പാട്ടൊക്കെ പാടും അല്ലേ? ഇപ്പൊ പാട്ടോടുള്ള സിറ്റുവേഷൻ അല്ല, ഒരു 2 വരി വ്യൂവേഴ്സിന് വേണ്ടി. ഇപ്പൊ തീരെ പാട്ടോടുള്ള സിറ്റുവേഷൻ അല്ല. നമ്മള് ടീമാ കേറുന്നത്. അപ്പം ടെൻഷൻ ഉണ്ട്. 10-25 വർഷമായി കോൽക്കളി മാപ്പിള സ്കൂൾ കൊണ്ടുവരുന്നത്. കോയ പന്നി കോൽക്കളി മാപ്പിള സ്കൂളിനാണ്. നമ്മളെന്തായാലും കാര്യങ്ങളെ റിയാക്ഷൻ നോക്കാം. മാപ്പിള സ്കൂളിൽ ഫസ്റ്റ് അടിക്കൂലേ? അത്രേ ഉള്ളൂ. അടുത്ത മാപ്പിള സ്കൂളിൽ ജയിക്കോ? ജയിക്കൂല? യെസ്, അതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാരും പറയുന്നത് മാപ്പിള സ്കൂളിൽ ജയിക്കും. പിന്നെ എന്റെ ക്യാമറമാൻ വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം മൂസിൻ ചുങ്കയാണ് എനിക്ക് ക്യാമറ പിടിച്ചു തരുന്നത്. താങ്ക് ഗുഡ്നസ്. പിന്നെ എല്ലാരും ഓൺ ദ റഷ് ആട്ടോ. എല്ലാരും റഷിലാണ്. മാപ്പിള സ്കൂളിൽ ജയിക്കോ എന്നുള്ള റഷിലാണ്. ക്രൗഡ് മോനെ ഒന്നും കാണുന്നില്ല. അടുത്ത മാപ്പിള സ്കൂൾ ഓൺ സ്റ്റേജ്. മാപ്പിള സ്കൂൾ അടുത്താണ് മാപ്പിള സ്കൂളിന്റെ കോൽക്കളി. കാണികളെല്ലാവരും എക്സൈറ്റഡ് ആണ്. എന്താ ഒന്ന് കണ്ടറിയോ? മാപ്പിള സ്കൂൾ ജയിക്കോ? Everyone is excited at the peak of excitement, guys. ജയിച്ചാലും തോറ്റില്ലെങ്കിലും നമ്മളെ കാണികരുടെ കണ്ണിന് മാപ്പിള സ്കൂൾ തന്നെയാണ് വിജയം. അതൊന്നുമില്ല, ഒരു രക്ഷയില്ല. നമ്മളെ മൂസിൻ ചുങ്കയാണ് എനിക്ക് ഇത്രയും ക്യാമറ പിടിച്ചത്. മാപ്പിള സ്കൂൾ ജയിക്കൂല. എല്ലാവരും ഒട്ടിക്കത്തെ പവർ ഗൈസ്, എല്ലാവരും ഒട്ടിക്കത്തെ പവർ, ഒരു രക്ഷയില്ല. എന്താവുന്നത് എന്തായാലും കണ്ടാണ്. മാപ്പിള സ്കൂളിന്റെ പരിപാടി ഓൺ സ്റ്റേജ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിള സ്കൂൾ ജയിക്കുന്നതാണ് എല്ലാരും പ്രതീക്ഷ. ജയിച്ചിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. കുട്ടികളും ചെക്കന്മാരും എല്ലാരും റെഡിയാണ്. അപ്പൊ ഗായ്സ്, മാപ്പിള സ്കൂളിന്റെ കോൽക്കളിയൊക്കെ കഴിഞ്ഞു. ഇതിന്റെ റിസൾട്ടിനാണ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാരും വീഡിയോ ഫുള്ള്. മാപ്പിള സ്കൂളിലെല്ലാം അടിപൊളി കോൽക്കളി കഴിഞ്ഞ് ജയിക്കൂല. കാണികളോട് തന്നെ ചോദിക്കാം, മാപ്പിള സ്കൂളിൽ ജയിക്കോ? പിന്നെ തൂക്കിയിരിക്കും. മാപ്പിള സ്കൂളിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ? അടിപൊളി, രക്ഷയില്ല. മാപ്പിള സ്കൂളിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന വേറെ ഏത് സ്കൂളാ അറിയോ? അറിയില്ല. അതിലും ബെസ്റ്റ് വേറെ ആരില്ല. പിന്നെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പേരറിയാം. എന്താ പേര്? നമ്മളെ കൂടെ ഷെയ്ക്ക ചേരുന്നുണ്ട്. ഷെയ്ക്കയും മിനിയൊക്കെ ഉണ്ട്. ഇന്നത്തെ കലോത്സവം ജില്ലാതല പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ സൂപ്പർ. എൻജോയ് ചെയ്തു? ഓ, എൻജോയ് ചെയ്തു. മാപ്പിള സ്കൂളിന്റെ കോൽക്കളിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലോ? ഇന്ന് കോൽക്കളി കഴിയുമ്പോ ആ ടീമിന് ഫസ്റ്റ് കിട്ടുമോ? കാണികളെല്ലാം പറയുന്നത് ഫസ്റ്റ് കിട്ടുമെന്ന്. പിന്നെ മാപ്പിള സ്കൂൾ കിട്ടൂലേ? അപ്പൊ ഗൈസ്, വേറെയും ഗേൾസ് വന്നിട്ട്. എന്താ പേര്?
ആയിഷണ്ട് മിനുണ്ട് ആസിയ ഹാദിയ ഷെയ്ഖ ഇപ്പൊ മാപ്പിള സ്കൂളിന്റെ കോൽക്കൽ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് പിന്നെ കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ജില്ലാ മാപ്പിള സ്കൂൾ തോക്കും കോഴിക്കാട് കുട്ടീസ് ഇന്നത്തെ ഇപ്പൊ മാപ്പിള സ്കൂളിന്റെ കോൽക്കളിയാണ് ഇപ്പൊ കഴിഞ്ഞത്. അവര് ഫസ്റ്റ് അടിക്കുമോ? അടിക്കുന്നതാണ്. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഇവർക്ക് പ്രതീക്ഷയില്ല. അബ്ദുലേന്റെ അത്ര ഇല്ലേനു. ഓക്കെ, ഇവര് ഇപ്പൊ വിമർശനമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവര് പറയുന്നത് അടിക്കാൻ ചാൻസ് ഇല്ല. ഇവര് അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിക്കാൻ ചാൻസ് ഇല്ല. സബ്ജിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇത് കുറച്ച് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമ്മള് ജഡ്ജസിലേക്ക് വിടാം. എന്താണ് പേര്? ആൻസൽ. ഹലോ. ഇന്നൊരു ചാലഞ്ച് ഉണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 2000 രൂപ ഇട്ടു. ഇന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 2000 bucks. സബ്സ്ക്രൈബ് ചെയ്തോ? യൂട്യൂബ് ഇല്ല ഗൈസ്, ജസ്റ്റ് മിസ്. ഗേൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പേര്? ഇന്നിപ്പോ മാപ്പിള സ്കൂളിന്റെ കോൽക്കളി കഴിഞ്ഞ് ഓല് ജയിക്കോ? വാട്ട് യു ഗൈസ്? പിന്നെ ഒരു ചെക്കന്മാരൊക്കെ ഇട്ടിട്ട് അവിടെ എല്ലാം വൈബാണ്. പുതിയ കോൽക്കളി കാണാനുള്ള പരിപാടിയിലാണ്. മാപ്പിള സ്കൂളിന് വിമർശനമായിട്ട് വരുന്നത് അഥവാ അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന വേറെ ഏത് സ്കൂളാണ്? ICS മാപ്പിളയും തമ്മിലുള്ള സംഘർഷം. പിന്നെ ആളുകളെല്ലാരും മാപ്പിളാണ്. പിന്നെ ഇന്നലെ ജില്ലാതല കലോത്സവത്തിൽ വൻ സംഘർഷമായിരുന്നു. പോലീസുകാരിൽ അത് ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പൊ എല്ലാരും പറയുന്നത് മാപ്പിളയാണ്. ഗെയിം കളിപ്പിക്കും ആൾക്കാരെ കൊണ്ട്. ഗെയിം ഒരു ജയിക്കുകയാണെങ്കിൽ പ്രൈസ് കൊടുക്കും, പൈസ കൊടുക്കും. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേറെയും പ്രൈസ് കൊടുക്കും. അതൊക്കെ ഒന്ന് ചെയ്യാം. എന്താ പേര്? ഓക്കെ, ഇപ്പൊ മാപ്പിള സ്കൂളിന്റെ കോൽക്കളി കഴിഞ്ഞിട്ടുള്ളൂ. അവര് ഫസ്റ്റ് അടിക്കോ? പിന്നെ ICS ആ സ്കൂളാണ് ഇവർക്ക് വിമർശനമായിട്ട് വരുന്നത്, അഗേൻസ്റ്റ് ആയിട്ട് വരുന്നത്. ICS മാപ്പിള, വാട്ട് യു ഗൈസ്? ICS ഹൈസ്കൂളിന്റെ വിഭാഗത്തിൽ വരുന്നത്. ഹയർ സെക്കൻഡറി ആണ് മാപ്പിള വരുന്നത്. അപ്പോ രണ്ട് കാറ്റഗറി ആയിട്ട് വരുന്നത്. മാപ്പിള സ്കൂളിന്റെ ഓരോ വേറെ തന്നെ കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഹോപ്പ്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ മാപ്പിള തന്നെ കൊണ്ടുപോകുന്ന തോന്നുന്നു. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ മാപ്പിള തന്നെ കൊണ്ടുപോകുന്നാണ്. കാണികളിൽ എല്ലാരും പറയുന്ന മാപ്പിള കൊണ്ടുവന്നു. പക്ഷെ ജഡ്ജസിന്റെ അടുത്താണ് ഫൈനൽ ഡിസിഷൻ. പിന്നെ ഇന്നലെ വൻ അടി ഉണ്ടായിരുന്നു മറ്റേ സ്കൂളിൽ. ഇവിടെ അടി ഉണ്ടാവും. കണ്ടറിയാം. എല്ലാ കൊല്ലം ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ഉണ്ടാവും. ഉണ്ടാവട്ടെ. ഞാൻ പറ്റിയിട്ടേ ഉള്ളൂ. നല്ല മത്സരമാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് അടി പൊട്ടുമോ? അടി പൊട്ടും. എത്ര ആൾക്കാരുള്ള ചെക്കന്മാർ ആവേശം കണ്ടിട്ട് മിക്കവാറും പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഹായ് മാൻ. ഗേൾസ് ഒക്കെ ശരിയായിട്ട് എല്ലാം ഓടുകയാണ്. പൊടി ഇട്ടാൽ നേരെ നിൽക്കുന്നത് എന്ത്? ഇതൊരു ട്രിവിയ ക്വസ്റ്റ്യനാ. പൊടി ഇട്ടാല് ഞാൻ നേരെ നിൽക്കും. ഞാൻ എന്താ? പൊടിയോ? പുട്ട്. കത്തില്ലേ? എന്താ പേര്? സഹറ. സെഹറ ഉണ്ട്. സെഹറ അപ്പം ഇവിടെ കാണാൻ വന്ന ഞാൻ +1. ഗൈസ് ഇഞ്ച അതേ ക്ലാസ്സിലാണ്. ഞാനും +1 ഇല്ല. അപ്പം നമ്മളെ മാപ്പിള സ്കൂളിലെ കുട്ടിയാണോ? അല്ലല്ല, ഗേൾസ് സ്കൂളിലെ കുട്ടിയാണ്. ഇവിടെ എങ്ങനെയുണ്ട്? മാപ്പിള സ്കൂളൊക്കെ ഇഷ്ടമായോ? ഓ അടിപൊളിയാണ്. ചെക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? ചെക്കന്മാരെ നമ്മൾ നോക്കുന്നേ സിഗ്മ ബോയ്. പിന്നെ കോൽക്കൽ കണ്ടിരോ മാപ്പിള സ്കൂൾ? ഓ അടിപൊളിയാ. അടിക്കായിരിക്കും. ഹലോ ഗൈസ്, നമ്മളെ മാപ്പിള സ്കൂളില് എടുത്ത് നമ്മളൊരു ചായക്കടയിൽ നമ്മളെ ക്യാമറാമാൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറിയായിരുന്നു. അപ്പോഴാണ് നമ്മളെ മുപ്പരക്കാരൻ. നിങ്ങളെ പേരെന്തെങ്കിലും? എന്റെ പേര് ഷൗക്കത്ത്. ഇവിടെ വെറൈറ്റി സോഡകൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഷൗക്ക് മാള്, ലോകത്തിലെ ഏറ്റവും ചെറിയ മാള്. ഇവിടെ എന്താണ് വെറൈറ്റി പറഞ്ഞാല് അമ്മായി സോഡ, ടേപ്പ് സോഡ, കോയി സോഡ, നെട്ടിക്കൽ പൊട്ടിക്കൽ തുടങ്ങി 20 വെറൈറ്റി സോഡകൾ എപ്പോ വന്നാലും നമ്മളെ കടയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടിയ? ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളിയുള്ള 2 സോഡ അടിച്ചുപൊളി. അപ്പൊ ഗൈസ് നമ്മള് നെറ്റിക്കൽ സോഡയാണ് ഓർഡർ ചെയ്ത്. 2 നെറ്റിക്കൽ സോഡ.
സോഡ കൊണ്ടുള്ള കലാപരിപാടി. അമ്മായി സോഡ, തേപ്പ് സോഡ, കോഴി സോഡ, ഒലക്കമല സോഡ, പത്തിരി സോഡ തുടങ്ങി വെറൈറ്റി സോഡകൾ. അതിന്റെ കൂടെ അമ്മായി പത്തിരി, ഒലക്കമല പത്തിരി, അതുപോലെ നല്ല ചൂടുള്ള ഫലാഫിലുണ്ട്. സോറി ഇപ്പൊ തീർന്നു പോയി. ഒരു ഉച്ചക്ക് ഒരു 3 മണിക്ക് ശേഷം നല്ല അടിപൊളി ഫലാഫിലും കിട്ടും. ഷൗക്ക് മാൾ, ദുനിയാവിലെ ഏറ്റവും ചെറിയ മാൾ. അടിപൊളി. പ്രസന്റേജിലൊക്കെ സൂപ്പർ ആണ് ഗൈസ്. നമ്മളെന്തായാലും ഞെട്ടിക്കൽ സോഡ ട്രൈ ചെയ്യാം. അപ്പൊ നെറ്റിക്കൽ സോഡ എന്ന് പറയുമ്പോ ശർക്കരയിലിട്ട മുളകും പൊടി ഒന്ന് നെറ്റിച്ച് പൊടിച്ചെടുക്കുന്ന സോഡയാണ് നമ്മളെ നെറ്റിക്കൽ സോഡ. അമ്മായി സോഡയുണ്ട്, നെഞ്ചിൻകൂട് കലങ്ങുന്ന സോഡയുണ്ട്. വെറൈറ്റി സോഡകൾ രാത്രി 10 മണി നമ്മളിവിടെ ഉണ്ടാവും. ദുനിയാവിലെ ഏറ്റവും ചെറിയ മാള് സൗക്കു മാള്. അടിപൊളി. കറിയണ്ട, തേച്ചിട്ട് കറിയണ്ട. ഇങ്ങോട്ട് വന്നാൽ 3 വെക്കിട്ടിട്ടാൽ എല്ലാം തീരും. അരസുമൊടി അതാണ് നമ്മളെ സോഡ. അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പോവാണ് മക്കളെ. ഗൈസ് നമ്മള് പൊട്ടിക്കാൻ പോവാണ്. ഇത് ഈ പീഡിയന്റെ ലൊക്കേഷനും ഇത് എവിടെയാണ് വരുന്നതെന്നും ഇത് എന്താണ് ഈ പീഡിയന്റെ പേര് ഫുള്ള് നമ്മൾ ആഡ് ചെയ്തു. ക്ഷീണിച്ച് വളരുമ്പോ ദാഹിച്ച് വളയുമ്പോ ഓർത്തോ നെറ്റിക്ക അല്ലെങ്കിൽ പൊട്ടിക്ക. സൗക്കുമാണ് അടിപൊളി. മിൻഫോ നെറ്റിക്കൽ നമ്മളെ സോഡ. കോൽക്കളിയിൽ മിൻഫോ സോഡയിലാണ് നെറ്റിക്കലും പൊട്ടിക്കലും. ആഹാ, കലാമണ്ഡല രമണിയുടെ താള പോകാറ്. ഗ്ലാസ് പൊട്ടി പോവോ? അതിനാണ് അങ്ങനത്തെ ഗ്ലാസ് ആക്കിയത്. ഏതാ വേണ്ട? പൈനാപ്പിൾ ഉണ്ട്. പിന്നെ നമ്മൾ ശുദ്ധമായ സുർക്ക കേട്ടോ, സുഭിഷേന സുർക്ക. അയില നീരിൽ ഒഴിക്കുന്നതാണ് സുഭിഷ. അതൊക്കെ അറിയാലോ സുഭിഷ. പേരാമ്പ്ര സുഭിഷയിലെ സുർക്ക ഉണ്ട്. ആ സുർക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന സോഡ, അരിസിമ്പിൾ സോഡ. ഇനിയിപ്പോ സോഡക്ക് ഒരു ഭ്രാന്ത് കളികളുണ്ട്. മോളെ പിന്നേരെ സോഡ സോഡ. ഓക്കെ, ലേശം തണുപ്പോട് കൊണ്ടാവും. നമ്മൾ ചൂടനെ കൊണ്ട് തണുപ്പ് ഓറാക്കണ്ട വിചാരിച്ച്. അപ്പൊ നെട്ടിക്കൽ പൊട്ടിക്കൽ. ഇതാ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ വെച്ചരാം. അപ്പൊ ഗൈസ് നമ്മളെ നെറ്റിക്കൽ സോഡ പതഞ്ഞ് വന്നിങ്ങനെ സോഡ. പൊട്ടിക്കൽ നെറ്റിക്കൽ സോഡ എങ്ങനെയുണ്ട്? ഞെട്ടിയോ? എല്ലാവരും ഉണ്ടല്ലേ? അപ്പൊ ഗൈസ് ഞാൻ നെറ്റിക്കൽ സോഡ ട്രൈ ചെയ്യട്ടെ. വന്നല്ല വിന്നല്ല, നമ്മുടെ അടിച്ചുപോയ സോഡ. ഇതൊക്കെ സോഡാണ്. ഇതൊക്കെ റിട്ടയർ ചെയ്ത കുപ്പികളാണ്. കുപ്പികളൊക്കെ റിട്ടയർ ചെയ്ത കുപ്പികളാണ്. നെറ്റിക്കൽ പൊട്ടിക്കൽ ഇതൊക്കെ റിട്ടയർ ചെയ്ത കുപ്പികളാ. ദിവസം 100 കണക്കിന് സോഡ. നെറ്റിക്കൽ പൊട്ടിക്കൽ സോഡ, അമ്മായി സോഡ, തേപ്പ് സോഡ, കോഴി സോഡ. അവിടെ വായിക്കാൻ ഇങ്ങോട്ട് കയറി വരിക. യെസ് നമ്മൾ ഈ നെറ്റിക്കൽ സോഡ ബാക്കിയുള്ള ഒരാൾ കുടിക്കാൻ കൊടുക്കട്ടെ. എടാ നെറ്റിക്കൽ സോഡ ഒന്ന് ട്രൈ ചെയ്ത്. നല്ല എരിവുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടാ? അടിപൊളിയാ. എനിക്ക് ഇഷ്ടായി. എടാ ഇത് പുതിയ തരം സാധനമാണ് നെറ്റിക്കൽ സോഡ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാ. ട്രൈ ചെയ്ത് നോക്കുന്നോ? ട്രൈ ചെയ്ത് നോക്കിയോ നെറ്റിക്കൽ സോഡ? ഗൈസ് ഞാൻ ട്രൈ ചെയ്തോ. ഉഷാർ അടിപൊളി. അച്ചാറും സുർക്കയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി നെറ്റിക്കൽ സോഡ ആണ് ഗൈസ്. ഒരു നെറ്റിക്കൽ സോഡ വെറും 20 റുപ്യ. കഷ്ടപ്പെട്ട പൈസക്ക് ഇഷ്ടപ്പെട്ട സോഡ. മോയിച്ചണ്ട 40 നിൽക്കില്ല. 40 ആർക്ക് കൊടുത്താൽ. അപ്പൊ നിങ്ങള് ഗേൾസ് നിങ്ങൾ എന്ത് സോഡ കുടിക്കുക? നെറ്റിക്കൽ സോഡ വാട്ടർ ആട്ടോ. നമ്മളെന്തായാലും നെറ്റിക്കൽ സോഡ ഒക്കെ ട്രൈ ചെയ്ത്. അപ്പൊ സെറ്റ്. ഒരു നെറ്റിക്കൽ സോഡക്ക് 20 റുപ്യ. ചെറിയ വീടും പീടിയ ഒന്നായിട്ടാണ്. അപ്പം കൊയിലാണ്ടി ഹാർബറിലേക്ക് ചൂണ്ടിടാൻ വരുമ്പോ ഒരു സോഡയും കുടിച്ചു പോവുക. സോഡന്റെ ഗ്യാസും കിട്ടും. മീനെ ജയിച്ചത് റോഡ് നമ്പർ 26 മാപ്പിള സ്കൂളല്ല, ആശ്രം സ്കൂളാ ജയിച്ചത്.
എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ അല്ലേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്നു ചെയ്യും. ആരാണ് പറയുന്നത്? സംശയമാണ് പട്ടികളെ. ഗൈസ്, ഇപ്പോൾ സംഘർഷത്തിന്റെ മുൻനിരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം. എല്ലാ ചെക്കന്മാരും പവർ ഓണാണ്, അടിപൊട്ടി. ബ്ലോഗറിന് അടി കിട്ടൂലെന്ന് വെച്ചാൽ ബ്ലോഗറിന് അടിച്ചാൽ ബ്ലോഗർ തിരിച്ചടിക്കും, അത് വേറെ വിഷയം. ബ്ലോഗർ ബോക്സിംഗ് പഠിക്കുന്നത് വെറുതെ അല്ല, കാര്യങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ കോൽക്കളി. ഗായ്സ്, ദാനിഷ് ടോക്സിൻ്റെ കലോത്സവൻ വ്ളോഗിൻ്റെ വെറും പാർട്ട് 1 ആണിത്. പാർട്ട് 2 ഓൺ ദ വേ. ഞാനിപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പാർട്ട് 2 ഒരുപാട് വിഷ്വൽസും കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ഇതിൽ ഞാൻ ആഡ് ചെയ്യാത്ത ഒരുപാട് വിഷ്വൽസ് ഞാൻ അതിൽ ആഡ് ചെയ്തായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പാർട്ട് 2 ഓൺ ദ വേ ഗായ്സ്. അപ്പോൾ ജയിച്ച ടീം അവരുടെ പ്രസൻറ്റേഷൻ മീഡിയക്കാരും ന്യൂസുകാരുടെയും മുന്നിൽ കളിക്കുക കേട്ടോ. അവർ ജയിച്ച ടീമിൻ്റെ പ്രസൻറ്റേഷൻ ഗായ്സ്.